ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങും. ഈ ഒരു പഴഞ്ചൊല്ല് മാറ്റി പറയേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. 2012 ശേഷം ഇതാദ്യമായി ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യത്തെ മത്സരം ജയിച്ചു കയറിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. മുംബൈ ഇന്ത്യൻസിന്റെ വിജയത്തെക്കാൾ മനസ്സ് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ ഇന്നത്തെ മത്സരത്തിനുണ്ട്. സാക്ഷാൽ രോഹിത് ശർമ്മയുടെയും രഹാനെയുടെയും പ്രകടനം. കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട് രഹാനെയും മുംബൈ ഇന്ത്യൻസിന് വേണ്ടി രോഹിത് ശർമ്മയും ആ ഒരു അഗ്രഷൻ കാണിച്ച സമയത്ത് ലോകത്തോട് ഇവർ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ക്ലാസ് ഈസ് ഓൾവേസ് പെർമനന്റ്. എഴുതി തള്ളുന്നവരുടെ മുൻപിലേക്ക്, ഇനി ഇവരെ കൊണ്ട് T20 ക്രിക്കറ്റ് പറ്റുമോ എന്ന് ചോദിക്കുന്നവരുടെ മുൻപിലേക്ക് പ്രകടനങ്ങൾ കൊണ്ട് ഇവർ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് വിരാട് കോഹ്ലിയുടെ അഗ്രഷൻ, വിരാട് കോഹ്ലിയുടെ ഒരു കിടലൻ ഇന്നിങ്സ്. ഇന്ന് രോഹിത് ശർമ്മയും കൂടെ ആ ഒരു ബോർഡിലേക്ക് കയറിയ സമയത്ത് ഓരോ ക്രിക്കറ്റ് പ്രേമികൾക്കും, പ്രത്യേകിച്ചും ഇവരെയൊക്കെ നെഞ്ചിലേറ്റുന്ന ഓരോ ആളുകൾക്കും കിട്ടിയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. രോഹിത്തിന്റെ ഓരോ ഷോട്ടുകളും നമ്മളുടെ ഹൃദയത്തിലൂടെയാണ് പാസ് ചെയ്തുകൊണ്ടേയിരുന്നത്. എന്തായാലും രോഹിത് ശർമ്മ റിക്കിൾട്ടൺ ഓപ്പണിംഗ് മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് ഹരമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ ഒരു ടൂർണമെന്റിലുടനീളം മുംബൈയുടെ ആവേശവും ആഘോഷവും ആകാൻ വേണ്ടിയിട്ട് പോകുന്ന പാർട്ട്ണർഷിപ്പ് ആയിരിക്കും ഇത്. എന്തായാലും മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗ് ലൈനപ്പ് സെറ്റാണ്, സജ്ജമാണ്. അത് ഈ ഒരൊറ്റ മത്സരത്തിൽ 220 ഒരു സമ്മർദ്ദങ്ങളും ഇല്ലാതെ ചേസ് ചെയ്തതോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൊൽക്കത്തയുടെ ബാറ്റിംഗ് നിരയെ ഒട്ടും കുറ്റം പറയാൻ പറ്റൂല. രഹാനെയുടെ മികച്ച തുടക്കം, ഫിന്നലന്റെ കിടിലൻ സപ്പോർട്ട്, രഘുവംശിയുടെ ഒരു ക്യാമിയോ, റിങ്കു സിംഗിന്റെ കിടിലൻ അഗ്രഷൻ ഉൾപ്പെടെ ബാറ്റിംഗ് ലൈനപ്പ് കൊൽക്കത്തയ്ക്കും സെറ്റാണ്. അവിടെ ചോദ്യം വരുന്നത് മുംബൈയുടെ ബൗളിങ്ങിന്റെ കാര്യത്തിലാണ് കേട്ടോ. പക്ഷേ മുംബൈയുടെ ആ ഒരു ബൗളിംഗ് ലൈനപ്പ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ വളരെ 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 കൂടുതലാണ്. നേരെ തിരിച്ച് കൊൽക്കത്തയുടെ വരുൺ ചക്രവർത്തിക്ക് എന്താ പറ്റിയെന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് കേട്ടോ. മിസ്റ്ററി സ്പിന്നറാണ്, T20 വേൾഡ് കപ്പ് വിന്നറാണ്. T20 വേൾഡ് കപ്പിന്റെ അവസാനത്തെ ഫേസിൽ ആ ഒരു ഫോം ഔട്ട് നമ്മൾ കണ്ടതാണ്. ആ ഫോം ഔട്ട് വരുൺ ചക്രവർത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും മുംബൈ ജയിച്ചു കയറി. മുംബൈ ആരാധകർ ഇന്ന് സന്തോഷത്തിന്റെ രാത്രിയായിരിക്കും. കൊൽക്കത്ത ഫാൻസ് നിരാശരാകണ്ട. ഈ ഒരു ബാറ്റിംഗ് ഡെപ്തിൽ ഈ ഒരു ടീമിൽ നിങ്ങൾക്കും പ്രതീക്ഷ വെക്കാം. അവർ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സോ മുംബൈ ഫാൻസ്, എന്താണ് നിങ്ങളുടെ എക്സൈറ്റ്മെന്റ്? ഇന്ന് നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കിയിട്ടുള്ള മൊമെന്റ് ഏതാണെന്ന് പറയാൻ മറക്കണ്ട. ഈ 2 ദിവസത്തെ IPL-ഉം എന്നെ ഹാപ്പി ആക്കിയിട്ടുള്ള IPL ആണ് കഴിഞ്ഞ ദിവസത്തെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ്, ഇന്നത്തെ രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ്. അത് പോരെ അളിയാ നമ്മൾ ഹാപ്പി ആകാൻ. നിങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് കമന്റ് ചെയ്യണേ.